ISROയുടെ ചരിത്രത്തിലെ 100ാം ഉപഗ്രഹ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയത് 2025 ജനുവരി മാസം 29-ാം തീയതിയാണ്. അമേരിക്കയുടെ GPS പോലെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച നാവിഗേഷൻ സിസ്റ്റം നാവിക് എന്ന് വിളിപ്പേരുള്ള ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റംസ് IRNSS എന്ന സങ്കേതത്തിന്റെ ഭാഗമാണ് ഈ വിക്ഷേപിക്കപ്പെട്ട ഉപഗ്രഹം. എന്നാൽ ഒരാഴ്ചയായി നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഈ ഉപഗ്രഹം അതിന്റെ നിർദ്ദിഷ്ട ഭ്രമണപഥത്തിൽ ഓർബിറ്റിൽ എത്തിയിട്ടില്ല, ISROയിലെ ശാസ്ത്രജ്ഞർ എഞ്ചിനീയർമാർ അതിന്റെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. NVS-2 എന്ന ഉപഗ്രഹ വിക്ഷേപണം പരാജയമായി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ISROയുടെ ബുള്ളറ്റിനെ ആധാരമാക്കി പറയുകയാണെങ്കിൽ ഇത് പരാജയമല്ല, മറിച്ച് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. സെറ്റ് ബാക്ക് എന്നാണ് ഇത്തരം അവസ്ഥകളെ ബഹിരാകാശ ഏജൻസികൾ പൊതുവിൽ പറയുന്നത്. ഇനി പരാജയമാണെങ്കിൽ പോലും ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ഇന്ത്യയുടെ മുന്നേറ്റം വളരെ വലുതാണ്. ആ അഭിമാനം മനസ്സിൽ വെച്ചുകൊണ്ട് NVS-2 എന്ന ഉപഗ്രഹത്തിന് സംഭവിച്ചിരിക്കുന്ന തകരാർ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സേനയ്ക്ക് GPS കൃത്യമായി കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സാധിച്ചിരുന്നില്ല. GPS എൻക്രിപ്റ്റ് ചെയ്ത് കൃത്യമായ സേവനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും അത് US സൈന്യത്തിനും അവരുടെ സഖ്യകക്ഷികൾക്കും മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ അന്ന്. ഇതോടെയാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS എന്ന ആശയം രൂപമെടുക്കുന്നത്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ, നാവിക് എന്നാണ് ഇത് പൊതുവിൽ അറിയപ്പെടുന്നത്. പ്രതിരോധ മേഖലയിലെയും സിവിലിയൻ മേഖലയിലെയും ആവശ്യം മുന്നിൽ കൊണ്ടുകൊണ്ടാണ് നാവിക് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 7 ഉപഗ്രഹങ്ങൾ അടങ്ങിയ ഈ സിസ്റ്റത്തിലെ ആദ്യത്തെ ഉപഗ്രഹം IRNSS-1A 2013 ജൂലൈ മാസം 1-ാം തീയതി വിക്ഷേപിക്കപ്പെട്ടിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് 2025 വരെ 12 വർഷത്തിൽ 11ഓളം ഉപഗ്രഹങ്ങൾ അയക്കപ്പെട്ടിട്ടുണ്ട്. തകരാറ് സംഭവിച്ചവ മാറ്റി സ്ഥാപിച്ചതുൾപ്പെടെയാണ് ഈ എണ്ണം. IRNSS-1Aക്ക് ശേഷം 1B, 1C, 1D, 1E, 1F, 1G, 1H, 1I, 1J, ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ജനുവരി മാസം 29-ാം തീയതി 1K അല്ലെങ്കിൽ NVS-2. ഈ വിക്ഷേപിക്കപ്പെട്ട ഉപഗ്രഹങ്ങളിൽ 5 എണ്ണം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാണ് എന്ന് ISRO വൃത്തങ്ങൾ പറയുന്നു. IRNSS അല്ലെങ്കിൽ നാവിക് സിസ്റ്റം കൊണ്ട് ഇന്ത്യക്കുള്ള മെച്ചം എന്താണ്? അമേരിക്കയുടെ GPS, റഷ്യയുടെ ഗ്ലോനസ്, യൂറോപ്പിന്റെ ഗലീലിയോ, ചൈനയുടെ ബെയ്ഡോ എന്നിങ്ങനെ ആഗോള സംവിധാനങ്ങൾ നിലവിലുണ്ട് എങ്കിലും IRNSS പോലെ തദ്ദേശീയമായ ഒരു ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനം വികസിപ്പിക്കാനുള്ള പ്രധാന കാരണം പ്രതിരോധ മേഖലയിൽ അത് നൽകുന്ന വിശ്വാസ്യത തന്നെയാണ്. ഇവയെല്ലാം പൊതുവായി GNSS, ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. മുന്നേ പറഞ്ഞതുപോലെ GPS എൻക്രിപ്റ്റ് ചെയ്ത കൃത്യതയുള്ള സേവനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും അത് US സേനയ്ക്കോ അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികൾക്കോ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. നാവിക് ഉപഗ്രഹങ്ങൾ പൊതുവായതും വാണിജ്യപരവുമായ ആവശ്യങ്ങൾക്ക് സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സർവീസും പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടിയുള്ള നിയന്ത്രിത സേവനം എന്നിങ്ങനെ 2 തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നു. ISROയുടെ നാവിഗേഷൻ സാറ്റലൈറ്റ് പ്രോഗ്രാമിന്റെ മുൻ ഡയറക്ടർ AS ഗണേശൻ പറയുന്നതനുസരിച്ച് തദ്ദേശീയ സംവിധാനം എല്ലാ കാലാവസ്ഥയിലും ഇന്ത്യക്കുള്ളിൽ എവിടെയും എപ്പോഴും 20 മീറ്ററിൽ കൂടുതൽ കൃത്യതയാർന്ന പൊസിഷനിങ് ഡേറ്റ നൽകുന്നു. നമ്മൾ വാട്സാപ്പിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യുമ്പോൾ ആക്യുറസി 20 മീറ്റർ എന്ന് ഷെയർ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ നാവിക് സിസ്റ്റം അതിനേക്കാൾ കൃത്യതയാർന്ന പൊസിഷനിങ്, ഒരുപക്ഷെ 5 അല്ലെങ്കിൽ 10 മീറ്റർ കൃത്യതയാർന്ന പൊസിഷനിങ് ഡേറ്റ നൽകുന്നു. നാവിക് സിസ്റ്റത്തിന്റെ ചെറിയ ചില മെച്ചങ്ങൾ മാത്രമേ നമ്മൾ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളൂ. വാണിജ്യ മേഖലയിലും പ്രതിരോധ മേഖലയിലും ഇതിന്റെ സേവനം ഒരുപാടാണ്. NVS-2 എന്ന ഉപഗ്രഹം ഒരു ജിയോ സ്റ്റേഷനറി ഉപഗ്രഹമായിട്ടാണ് വിഭാവനം ചെയ്തത്. ഒരു ഉപഗ്രഹം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏത് പൊസിഷനിൽ ഭൂമിയെ ചുറ്റുന്നു, വലം വയ്ക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഈ വാക്ക്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഭൂമിയെ ഉപഗ്രഹം വലം വയ്ക്കുന്ന ഓർബിറ്റുകൾ പലത് ഉണ്ട് എങ്കിലും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട 2-3 പേരുകൾ മാത്രം നമുക്ക് ചർച്ച ചെയ്ത് പോകാം. അതിൽ ഒന്നാമത്തതാണ് ജിയോ സിങ്ക്രണസ് ഓർബിറ്റ്. ഭൂമിയുടെ ഭ്രമണത്തിന്റെ അതേ വേഗതയിൽ ഉപഗ്രഹം ഭൂമിയെ ചുറ്റുന്ന പാതയ്ക്കാണ് ജിയോ സിങ്ക്രണസ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം ചുറ്റുന്നു എന്ന് അറിയാമല്ലോ. 24 മണിക്കൂറാണ് ഭൂമി ഒരു കറക്കം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം. കൃത്യമായി പറഞ്ഞാൽ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഇതേ വേഗതയിൽ തന്നെയാണ് ജിയോ സിങ്ക്രണസ് ഓർബിറ്റിൽ ഒരു ഉപഗ്രഹം ഭൂമിയെ വലം വയ്ക്കുന്നത്. എന്നാൽ ജിയോ സിങ്ക്രണസ് ഓർബിറ്റ് ഒരൽപ്പം ചരിഞ്ഞ രീതിയിലാണ് കാണപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്നും നോക്കുന്ന ഒരാൾക്ക് ഉപഗ്രഹത്തെ ഭൂമിക്ക് മുകളിൽ ഒരു പ്രത്യേക സ്ഥലത്തായി കാണാമെങ്കിലും തെക്കോട്ടോ വടക്കോട്ടോ ഇതിന്റെ സ്ഥാനം അല്പം മാറുന്നതായി കാണാം. രണ്ടാമത്തേതാണ് ജിയോ സ്റ്റേഷണറി ഓർബിറ്റ്. ഇതും ഒരു ജിയോ സിൻക്രണസ് ഓർബിറ്റ് തന്നെയാണ്. അതായത് ഭൂമിയുടെ കറക്കവും ഉപഗ്രഹം ഭൂമിയെ ചുറ്റുന്ന വേഗവും ഒന്ന് തന്നെയാണ് എന്നർത്ഥം. ഇക്വേറ്ററിന് സമാന്തരമായിട്ടാണ് ഈ ഓർബിറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നോക്കുന്ന ഒരാൾക്ക് ഈ ഉപഗ്രഹം ഭൂമിയുടെ മുകളിൽ സ്ഥാനമാറ്റമില്ലാതെ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നതായി കാണാം. ജിയോ സിൻക്രണസ്, ജിയോ സ്റ്റേഷണറി ഓർബിറ്റുകളിൽ ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾക്ക് യഥാക്രമം ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് എന്നും ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് എന്നുമാണ് വിളിപ്പേര്. ടെലികമ്മ്യൂണിക്കേഷൻ, കാലാവസ്ഥ പ്രവചനം, വാർത്താവിനിമയം എന്നിവയാണ് ജിയോ സ്റ്റേഷണറി അല്ലെങ്കിൽ ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് കൊണ്ട് ഉള്ള പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. ഇവ ഭൂമിക്ക് മുകളിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് സ്ഥിരമായി കാണപ്പെടുന്നതിനാൽ ഒരു നിശ്ചിത പ്രദേശത്തെ തുടർച്ചയായി നിരീക്ഷിക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഡേറ്റ ലഭിക്കാനും സാധ്യമാകുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് 35,786 കിലോമീറ്ററാണ് ജിയോ സിൻക്രണസ് അതുപോലെ തന്നെ ജിയോ സ്റ്റേഷണറി ഓർബിറ്റിലേക്കുള്ള ദൂരം. മൂന്നാമത്തെ തരം ഓർബിറ്റാണ് ജിയോ സിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റ്. ഇത് ദീർഘവൃത്താകാരമായ ഒരു ഓർബിറ്റാണ്. ഭൂമിയിൽ നിന്നും ഈ ഓർബിറ്റിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 200 കിലോമീറ്ററോളവും ഏറ്റവും കൂടിയ ദൂരം 35,786 കിലോമീറ്ററുമാണ്. ഈ ഓർബിറ്റിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത പോയിന്റിനെ പെരിജി എന്നും ഏറ്റവും ദൂരം കൂടിയ അകലെയുള്ള പോയിന്റിനെ അപ്പോജി എന്നുമാണ് പറയുന്നത്. ജിയോ സിൻക്രണസ് അല്ലെങ്കിൽ ജിയോ സ്റ്റേഷണറി ഓർബിറ്റിലേക്കുള്ള 36,000 കിലോമീറ്റർ ദൂരം ഭൂമിയിൽ നിന്നും ഒരു ഉപഗ്രഹം ഒറ്റയടിക്ക് താണ്ടുക എന്നുള്ളത് കൂടുതൽ ഇന്ധന ചെലവുള്ള കാര്യമാണ്. കൂടുതൽ ഇന്ധന ചെലവ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക ബാധ്യതയും അതനുസരിച്ച് കൂടും. ഇവിടെയാണ് GTOയുടെ അല്ലെങ്കിൽ ജിയോ സിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിന്റെ പ്രാധാന്യം. ഭൂമിയിൽ നിന്നും പ്രധാന വിക്ഷേപണ വാഹനം അല്ലെങ്കിൽ റോക്കറ്റ് ഉപഗ്രഹത്തെ GTOയിൽ ജിയോ സിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റ് വരെ എത്തിക്കുന്നു. ആ ഭ്രമണപഥത്തിൽ നിന്നുകൊണ്ട് ഭൂമിയെ വലം വയ്ക്കുകയും സാവകാശം പടിപടിയായി ഭ്രമണപഥം ഉയർത്തുകയും നിർദ്ദിഷ്ട ഓർബിറ്റിൽ എത്തുകയും ചെയ്യും. അതുകൊണ്ട് മെച്ചം രണ്ടാണ്. ഒന്ന്, ഇന്ധന ചെലവ് കാര്യമായി കുറയ്ക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ മെച്ചം, കൃത്യമായും സൂക്ഷ്മമായും ഉപഗ്രഹത്തെ നിർദ്ദിഷ്ട ഓർബിറ്റിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഉപഗ്രഹത്തിൽ തന്നെ ഘടിപ്പിച്ചിട്ടുള്ള എഞ്ചിനുകൾ, മോട്ടോറുകൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. അവ നിർദ്ദിഷ്ട ഇടവേളകളിൽ ഓൺ ചെയ്തും ഓഫ് ചെയ്തും പടിപടിയായി ഭ്രമണപഥം വർദ്ധിപ്പിച്ച് കൃത്യമായും സൂക്ഷ്മമായും ഉപഗ്രഹത്തിന് അതിന്റെ നിർദ്ദിഷ്ട ഓർബിറ്റിൽ എത്തിക്കാൻ സാധിക്കും. മിക്ക സ്പേസ് ഏജൻസികളും GTO ഉപയോഗപ്പെടുത്തിയാണ് അവരുടെ പല ബഹിരാകാശ ദൗത്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ളത്. നമ്മളും അതെ. അതിനായി ഓരോ സ്പേസ് ഏജൻസിക്കും അവരുടേതായ സാങ്കേതികതയും ഉണ്ട്. ISRO ഉപയോഗിക്കുന്ന സാങ്കേതികതയാണ് ലിക്വിഡ് അപ്പോജി മോട്ടർ അല്ലെങ്കിൽ ചുരുക്കത്തിൽ LAM എന്നറിയപ്പെടുന്ന സാങ്കേതികവിദ്യ. ISROയുടെ കീഴിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗമായ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ LPSC ആണ് LAM അല്ലെങ്കിൽ ലിക്വിഡ് അപ്പോജി മോട്ടർ എന്ന എഞ്ചിൻ രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതും. LPSC എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വെന്നിമല എന്ന സ്ഥലത്ത്. LAM എഞ്ചിൻ ആദ്യമായിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ വിഖ്യാതമായ വിജയിച്ച പല ബഹിരാകാശ ദൗത്യത്തിലും LAM എഞ്ചിൻ ഉപയോഗിച്ചിട്ടുണ്ട്. മംഗൾയാൻ, ചന്ദ്രയാൻ എന്നീ ദൗത്യങ്ങളിലെല്ലാം LAM വിജയകരമായി നമ്മൾ പരീക്ഷിച്ചതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് NVS-2 ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന തകരാർ? ഈ കഴിഞ്ഞ വിക്ഷേപണത്തിലും NVS-2 എന്ന ഉപഗ്രഹത്തെ GSLV F-15 എന്ന വിക്ഷേപണ വാഹനം അല്ലെങ്കിൽ റോക്കറ്റ് GTO എന്ന് വെച്ചാൽ ജിയോ സിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റ് വരെ എത്തിച്ചു. എന്ന് വെച്ചാൽ വിക്ഷേപണം വിജയകരമായി. ഇപ്പോൾ ഉപഗ്രഹം ദീർഘവൃത്താകാരമായ ഓർബിറ്റിൽ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇനി LAM എഞ്ചിൻ നിർദ്ദിഷ്ട സമയങ്ങളിൽ ഓൺ ചെയ്തും ഓഫ് ചെയ്തും പടിപടിയായി ഭ്രമണപഥം ഉയർത്തി ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് വരെ എത്താം. എന്നാൽ LAM എഞ്ചിനിലെ ഓക്സിഡൈസർ വാൽവുകളിൽ വന്ന തകരാറ് കാരണം എഞ്ചിൻ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ISRO വൃത്തങ്ങൾ പറയുന്നത്. റോക്കറ്റിലെയോ അല്ലെങ്കിൽ ഉപഗ്രഹത്തിലെയോ ഇന്ധനം കത്തിക്കാൻ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന രാസസംയുക്തമാണ് ഓക്സിഡൈസർ. അതിന്റെ അർത്ഥം NVS-2 ഇപ്പോഴും GTOയിൽ ജിയോ സിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ തന്നെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. എത്ര നാൾ ഉപഗ്രഹത്തിന് GTOയിൽ തുടരാനാവും? NVS-2 ഭാവി ഇനി എന്താണ്? ഒരു ഉപഗ്രഹം ജിയോ സിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ ഏറ്റവും കുറഞ്ഞത് 6 മാസം മുതൽ ഏറ്റവും കൂടിയത് 1 വർഷം വരെ മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ദീർഘകാലത്തേക്ക് ഉപഗ്രഹം GTOയിൽ തുടരുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും താഴ്ന്ന പോയിന്റായ, അതായത് ഭൂമിയോട് ഏറ്റവും അടുത്ത പോയിന്റായ പെരിജിയിൽ വെച്ച്
ഉപഗ്രഹത്തിന് അറ്റ്മോസ്ഫിയറിക് ഡ്രാഗ് എന്ന പ്രതിഭാസത്തെ നേരിടേണ്ടി വരും. ഭൂമിയിൽ നിന്നും ഭ്രമണപഥത്തിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമായ പെരിജിയിൽ വെച്ച് ഉപഗ്രഹം ഭൂമിയുടെ അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതാണ് അറ്റ്മോസ്ഫിയറിക് ഡ്രാഗ്. ഇത് ഉപഗ്രഹത്തിന് ഓർബിറ്റിൽ തുടരാനുള്ള ഊർജം കുറയ്ക്കും. സാവകാശം അത് കാരണം ഉപഗ്രഹം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചേക്കാം. അല്ലെങ്കിൽ ഉപഗ്രഹത്തിൽ ഇന്ധനം ഉണ്ട് എങ്കിൽ അതിന്റെ നിർദ്ദിഷ്ട ഭ്രമണപഥത്തിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള ഗ്രേവിയാർഡ് ഓർബിറ്റിൽ എത്തിക്കുകയോ വേണം. ഒരു ഉപഗ്രഹം അതിന്റെ ആയുസ്സറ്റ് കഴിയുമ്പോൾ സജീവമായി നിൽക്കുന്ന മറ്റ് ഉപഗ്രഹങ്ങളുമായുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ മിക്ക ഏജൻസികളും ജിയോ സ്റ്റേഷണറി ഓർബിറ്റിനേക്കാൾ അല്പം കൂടി ഉയരത്തിലുള്ള മറ്റൊരു ഓർബിറ്റിലേക്ക് ഉപഗ്രഹങ്ങളെ മാറ്റും. ഇതിനെയാണ് ഗ്രേവിയാർഡ് ഓർബിറ്റ് എന്ന് വിളിക്കുക. ഗ്രേവിയാർഡ് ഓർബിറ്റിൽ എത്തുന്ന നിർജീവാവസ്ഥയിലുള്ള ഉപഗ്രഹങ്ങൾ അനന്തമായി ആ ഓർബിറ്റിൽ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കും. അല്ലാത്ത പക്ഷം ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി ഉപഗ്രഹം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നീങ്ങാൻ ഇടയാക്കിയേക്കാം. അതൊരു പക്ഷേ ഗ്രാവിറ്റി മൂലം ഉപഗ്രഹം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കാനും കത്തി നശിക്കാനും ഇടയാക്കും. NBS-2 എന്ന ഉപഗ്രഹത്തിന് മറ്റ് തകരാറൊന്നും സംഭവിച്ചിട്ടില്ല എന്നും കൃത്യമായി സിഗ്നലുകൾ ഭൂമിയിലേക്ക് കിട്ടുന്നുണ്ട് എന്നുമാണ് ISRO വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിലെ ദീർഘവൃത്താകാരമായ ഓർബിറ്റിൽ, അതായത് GTOയിൽ നിലനിർത്തിക്കൊണ്ട് ഉപഗ്രഹം ഉപയോഗിക്കുന്നതിനുള്ള ബദൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ISROയിലെ എഞ്ചിനീയർമാർ. പ്രൊപ്പൽഷൻ പരാജയം ഉണ്ടായിട്ടും ഉപഗ്രഹത്തിന്റെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്താൻ ദൗത്യം പുനരുജ്ജീവിപ്പിക്കാനും ISRO മുതിർന്നേക്കാം. അന്തിമ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. കാത്തിരിക്കാം നമുക്ക്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.